ഇതാദ്യമായിട്ടുമല്ല സംഭവിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. എന്തൊക്കെയാണ് അവിടെ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് എന്നിപ്പോഴും അസസ് ചെയ്തിട്ടില്ല. അതിൻ്റെ നടപടികളൊക്കെ ഇന്നലെ തന്നെ കളക്ടർ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കാലത്ത് മുതൽ വിവിധ ടീമുകൾ, ഏജൻസീസ് വന്ന് അന്വേഷണമൊക്കെ നടത്തും വരും ദിവസങ്ങളിൽ. ഇപ്പോൾ എല്ലാവരുടെയും ഉത്തരവാദിത്വം ആ കുടുംബങ്ങൾക്ക്, ഇതുകൊണ്ട് ബാധിക്കപ്പെട്ട പ്രദേശവാസികളുണ്ട്, അവരെയൊക്കെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തകർ നടത്തുന്നുണ്ട്, പൂരപ്രേമികൾ നടത്തുന്നുണ്ട്. എല്ലാവരും ഒത്തുചേർന്ന് നമുക്ക് ഈ കയത്തിൽ നിന്ന് കരകയറണം. ഒപ്പം ഇതിൻ്റെ സംവിധാനം ഉപയോഗിച്ചുള്ള ഇതിൻ്റെ കണ്ടെത്തലുകളും അതിന് പ്രതി നടപടികളും ഒക്കെ സ്വീകരിക്കണം. ബാക്കി കളക്ടറും കമ്മീഷണറും പിന്നെ ദേവസ്വങ്ങളും ഒക്കെ ആയിട്ടുള്ള ചർച്ചകൾ നടക്കും. ഇന്നോ നാളെയോ ദേവസ്വം മന്ത്രി ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. സംസാരിച്ചിട്ടില്ല, ഇന്ന് കാലത്തെ അറിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്ന് നിൽക്കുക. അവർ രാവിലെ സമൺ ചെയ്തിട്ടുണ്ട്, അവരെത്തണം രാവിലെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. കളക്ടർ തന്നെയാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇല്ല, ഒന്നും, അതെല്ലാം ദേവസ്വം മന്ത്രിയും കൂടി ശ്രീ വാസവനും കൂടെ വന്നതിന് ശേഷം മാത്രമാണ് ഇരിക്കാൻ. എല്ലാ നമ്മുടെ ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരുടെയും സാന്നിധ്യത്തിലായിരിക്കും എന്ത് തീരുമാനമെടുത്താലും എടുക്കണം. ഇല്ല, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നോ നാളെയോ ഉണ്ടാവും എന്നാണ്. അത് രാവിലെ തന്നെ എത്തണമെന്നാണ് കളക്ടർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ടീമിന്റെ അന്വേഷണവും സ്റ്റേറ്റ് ടീമിന്റെ അല്ല, തീർച്ചയായിട്ടും അതെല്ലാം എന്തായാലും ഉണ്ടാവും. ഇനി പെസോ വന്ന് എന്തെങ്കിലും അവർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കളക്ടറെ അറിയിക്കും. എന്നെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അറിയിച്ചാൽ അതനുസരിച്ചുള്ള നീക്കങ്ങളെല്ലാം നടത്തും. അത് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ. അവരുടെ വീടുകളിലേക്ക് പോകുന്നുണ്ടല്ലേ? അങ്ങോട്ടാണ് പോകുന്നത്? അല്ല, ഞാനിപ്പോൾ സ്പോട്ടിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാക്കി ഒരു അവിടുത്തെ അവകാശികൾക്കുള്ള ഒരു കാര്യങ്ങളുടെ ഇടയിൽ പോയിട്ട് അവിടെ ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലാവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് പോലീസ് പറയുന്നതനുസരിച്ച്. അല്ല, അതൊന്നും എനിക്ക് അറിയത്തില്ല. നമുക്ക് ജനവികാരം എന്ന് പറയുന്നത് നമ്മൾ കണക്കിലെടുക്കണം. ആ ജനവികാരത്തിൻ്റെ ഭാഗം തന്നെയാണ് ദേവസ്വങ്ങളും. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ദേവസ്വങ്ങളോട് സംസാരിക്കാൻ പറ്റിയിരുന്നോ? ഇല്ല, സംസാരിച്ചിട്ടില്ല. അതെ, ഇതിപ്പം അവിടം വരെ എത്തിയില്ലല്ലോ. ഇത് തന്നെയും സാമ്പിൾ വെടിക്കെട്ടിനുള്ള പൊരുളല്ലേ കത്തിയാമർന്നിരിക്കുന്നത്. ദേവസ്വക്കാർ പറയുന്നൊരു കാര്യം, ഈ അന്നന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഒരു അപകടത്തിൻ്റെ തീവ്രത കുറയാമായിരുന്നു, അങ്ങനത്തെ ഒരു സജഷൻ അവരുടെ ഭാഗത്ത്. പക്ഷെ അതായിട്ടില്ലല്ലോ. കൈമാറുന്നത് 23-ാം തീയതിയല്ലേ. അതൊക്കെ ക്ലിപ്തതയുള്ള കാര്യങ്ങളല്ലേ. മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. 23-ാം തീയതിയാണ് കൈമാറുന്നത്. 23-ാം തീയതി മാത്രം കൈമാറിയാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഇത്രയും കാലം കൊണ്ടുവരില്ലല്ലോ. ഇതിപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാകെ ഈ സാമ്പിൾ വെടിക്കെട്ടിനുള്ളതും പിന്നെ പാവർട്ടി പള്ളിയിലേക്കുള്ള പെരുന്നാളിൻ്റെ പൊരുളും മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് ഇന്നലെ രാത്രി കളക്ടർ നിൽക്കുമ്പോൾ തന്നെ കിട്ടിയ റിപ്പോർട്ട്. ക്രൂഷ്യൽ ഇൻസ്പെക്ഷൻ ആയിരിക്കും അല്ലേ? പെസോയുടേത് ആധികാരികമായ ഇൻസ്പെക്ഷൻ ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ മറ്റ് ഏജൻസീസ് വന്ന് പരിശോധിക്കണം. അത് എന്താണെന്നുള്ളത് കളക്ടറും കമ്മീഷണറും ഒക്കെ തീരുമാനിക്കട്ടെ. മറ്റ് മുഴുവൻ പരിപാടികളും മാറ്റി നിർത്തി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് അങ്ങനെയാണ് നിർദ്ദേശം കിട്ടിയത്. അതനുസരിച്ച് നിൽക്കുന്നു. എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇന്നലെ 6 പേരെയാണ് ക്രിട്ടിക്കലായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരാൾ ഡേഞ്ചർ, ഒരു അപകടാവസ്ഥ താണ്ടിയിട്ടുണ്ട്. ബാക്കി 5 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ശതമാനക്കണക്കൊന്നും നമ്മളങ്ങനെ പുറത്ത് പറയണ്ടെന്ന് വിചാരിക്കുകയാണ്. അതൊരു
വല്ലാത്ത സങ്കടം എല്ലാവർക്കും ഉണ്ടാക്കും. പക്ഷെ അവസ്ഥ അതാണ്, അത്രത്തോളം പൊള്ളൽ ഏറ്റിട്ടുണ്ട്. അതിൻ്റെ ചികിത്സാ മാർഗത്തിന് വേണ്ടുന്ന പിന്തുണയ്ക്ക് എയിംസിൽ നിന്ന് വേണമെങ്കിലും എത്തിക്കാനുള്ള വ്യവസ്ഥ ചെയ്യാൻ ഉള്ള ഇന്നലെ ആ ചർച്ചയൊക്കെയാണ് രാത്രി ഹോസ്പിറ്റലിൽ ഡോക്ടർ രവിയും അതുപോലെ തന്നെ കളക്ടറും എല്ലാവരുമായി ചേർന്ന് നടത്തിയതിനകത്ത് എടുത്ത തീരുമാനങ്ങൾ അതാണ്. നമുക്കൊരു ബാഹ്യ ഇടപെടൽ മെഡിക്കൽ ഡിസ്പെൻസേഷനിൽ വേണമെങ്കിൽ അത് ചെയ്യാവുന്നത്. ബേൺസിന് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അതെന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇന്നും നാളെയായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കണം.